ഈ 90s കിഡ്സിനൊക്കെ പണ്ടൊരു ബൈക്ക് ബ്രാൻഡിനോട് അഗാധമായ പ്രേമമുണ്ടായിരുന്നു. ബൈക്ക് സ്റ്റൺസും കുറച്ച് ട്രിക്സും ഒക്കെ കാണിച്ച് യുവാക്കളുടെ മനസ്സ് കവർന്ന ഒരു ബൈക്ക് ബ്രാൻഡിനോട് ബജാജ്. അവരുടെ പൾസർ 220 200 NS ഒക്കെ ആയിട്ട് കുറച്ച് വണ്ടർഫുൾ ആഡുകളും കുറച്ച് അമേസിങ് സ്റ്റണ്ട് പെർഫോമൻസും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ KTM ഒക്കെ വരുന്നതിന് മുമ്പാണെങ്കിലും യമഹയും കരീഷ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഒരു എക്സ്ട്രാ വികാരമായിരുന്നു ആ ബൈക്സിനോട് ആളുകൾക്ക്. ഇന്ന് ആ തരത്തിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു കാർ ബ്രാൻഡ് എടുത്തിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ചായ ബോൺ ഇലക്ട്രിക് വെഹിക്കിൾസ്. 2025 ഇലക്ട്രിക് കാർ മാർക്കറ്റിൽ വലിയൊരു ചേഞ്ച് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം എല്ലാ ബ്രാൻഡ്സും അവരുടേതായ ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഇന്നലെ നമ്മൾ റീൽ ഷെയർ ചെയ്തതുപോലെ ജാഗുവറിൻ്റെ നോ മോർ എൻജിൻസ് ഒള്ളി ഇലക്ട്രിക്, അവർ ഫുള്ളി ഇലക്ട്രിക് കാർസ് മാത്രമാണ് ഇനി മാനുഫാക്ചർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ BYDയുടെയും MGയുടെയും പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന EV സെല്ലേഴ്സ്, അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെയൊക്കെ ഇലക്ട്രിക് കാർസ് ആയിരുന്നു ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ 2025 ഇതെല്ലാം മാറി മറിയാനായിട്ട് പോവാണ്. കാരണം എല്ലാ ബ്രാൻഡ്സും അവരുടേതായ ഇലക്ട്രിക് മോഡൽസ് അവതരിപ്പിക്കാൻ പോകുന്നു. അത്യാവശ്യം നല്ല ഡിസൈന് നല്ല പ്രൈസിൽ കൊടുത്താൽ ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടി സെല്ലായി പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇലക്ട്രിക്കിൻ്റെ കേസിൽ വരുമ്പോൾ റേഞ്ചും കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ മഹീന്ദ്ര നടത്തിയിരിക്കുന്ന ഈ ഒരു അപാര ലോഞ്ച് എല്ലാവരും ഞെട്ടിച്ച് കളയും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ, ആദ്യം ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നടന്നപ്പം ചെറിയ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതൊരു പ്രോട്ടോടൈപ്പ് വെഹിക്കിളാണ്, മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. പക്ഷേ ഇന്നലെ ലോഞ്ച് ഇവൻറ്റിലാണ് അതിൻ്റെ ഡിസൈൻ നേരിട്ട് കാണുന്നത്. ഒരു സൈബർ ട്രക്കുമായിട്ടോ ലംബോർഗിനി ഉറുസുമായിട്ടോ ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പിന്നെ കൂപ്പേ സ്റ്റൈൽ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസെൻ്റ്ലി നമ്മുടെ ബസോൾട്ടും ടാറ്റ കേർവും ഒക്കെ കൂപ്പേ ഡിസൈൻ അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്തായാലും മഹീന്ദ്ര കൊണ്ടുവന്ന ഒരു വ്യത്യസ്ത രീതിയിലാണ്. എന്തായാലും അതൊരു ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്നുള്ളതും സൈഡും റിയർ ഡിസൈനും എല്ലാം പക്ക തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പല ഇലക്ട്രിക് കാർസ് പോലുള്ള ഡിസൈൻ അല്ല, ഇത് ബോൺ ഇലക്ട്രിക് ആണ്. സോ ഇലക്ട്രിക്കിനായിട്ട് നിർമ്മിച്ച പ്ലാറ്റ്ഫോമും അതനുസരിച്ചുള്ള ഡിസൈനുമാണ് ഈ കാർസിന് കൊടുത്തിരിക്കുന്നത്. 2 മോഡൽസാണ് ഇപ്പോൾ മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്, BE6e ആൻഡ് 9e. ഈ 2 വേരിയൻസും ഡിസൈനിൽ അട്രാക്റ്റീവ് ആണെന്ന് കണ്ണും പൊട്ടി നമുക്ക് പറയാം. പിന്നെ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് എന്നുള്ളത് ഒരു മാഞ്ഞു പോയ സ്വപ്നം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പല ബ്രാൻഡ്സിൻ്റെ റിയർ വീൽ പോയിട്ട് 4x4 വെഹിക്കിൾസ് പോലും നമുക്ക് ഒരു 30 lakhs ബിലോ സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. BMWs എടുത്താൽ മാത്രമായിരുന്നു റിയർ വീൽസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റീസെൻ്റ്ലി വന്ന നമ്മുടെ സീലും റിയർ വീൽ ഡ്രൈവാണ് കേട്ടോ. ഏതായാലും ഇവരും റിയർ വീൽ ഡ്രൈവാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ അവരുടെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ലോഞ്ച് ഇവൻറ്റിൻ്റെ അന്ന് തന്നെ ആ കാറ് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു. പ്രോപ്പർ ഡ്രിഫ്റ്റ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റിയർ വീൽ ഡ്രൈവിൻ്റെ ക്യാപ്പബിലിറ്റിയും 280 ഹോഴ്സ് പവർ എന്ന മാരക പവറുമാണ് ഈ പുതിയ ബോൺ ഇലക്ട്രിക് വെഹിക്കിൾസിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. പിന്നെ മഹീന്ദ്ര ഒരു XUV ഫോർഡബിളോ ഇലക്ട്രിക് മാത്രം ഇറക്കി ഇത്രയും കാലം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് ഈ പുതിയ ടെക്നോളജീസ് ആക്കി എടുക്കാനുമാണ്. അതായത് നല്ല ലോങ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന വെഹിക്കിൾസാണ് രണ്ടും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 59 kWh ആൻഡ് 79 kWh എന്ന ഭീകര ബാറ്ററി പാക്കുമായിട്ടാണ് ഈ വെഹിക്കിൾസ് എത്തിയിരിക്കുന്നത്. 650 to 700 കിലോമീറ്റർ ഒക്കെ റേഞ്ച് അവർ അവകാശപ്പെടുമെങ്കിൽ എന്തായാലും ഒരു 550ക്ക് മുകളിൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ റേഞ്ചിൻ്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഫീച്ചേഴ്സ്. ഒരു 4 വീലറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുമോ അത് എല്ലാം ഈ വെഹിക്കിൾസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ അഡാസിൻ്റെ ലെവൽ 2 വരെ അലൗഡ് ആയതുകൊണ്ട് ലെവൽ 2 അഡാസ് കൊടുത്തിരിക്കുന്നു. ബട്ട് കൂടുതൽ ഫീച്ചേഴ്സ് മറ്റുള്ള കാസിനേക്കാളും കൂടുതൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ള അഡാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ഡ്രൈവർലെസ് പാർക്കിംഗ് ഈ കാറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു കാസും ഇതുവരെ അത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റും മൂൺ റൂഫും മറ്റ് നോർമൽ വണ്ടികളുള്ള എല്ലാ ഫീച്ചേഴ്സും കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഒരു ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ആയിട്ട് ആണ് ബോൺ ഇലക്ട്രിക് വന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതുകൊണ്ടും ആയില്ല. സേഫ്റ്റിയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ സേഫ്റ്റിയുടെ കാര്യം ഇവർ ബെറ്ററായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ വരാൻ കുറച്ച് താമസിക്കുമായിരിക്കും. പക്ഷേ അവർ ലൈവായിട്ട് അവരുടെ ലോഞ്ച് ഇവൻറ്റിൽ തന്നെ ക്രാഷ് ടെസ്റ്റ് നടത്തി ആൾക്കാരെ വീണ്ടും ഞെട്ടിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു 65 km/h സ്പീഡിൽ വണ്ടി ക്രാഷ് ചെയ്തു. ആ ഒരു ഹൈ സ്ട്രെങ്ത് ആൻഡ് ബോറോൺ സ്റ്റീലിൻ്റെ ക്വാളിറ്റി അവിടെ ആൾക്കാർക്ക് മുന്നിൽ കാണാൻ പറ്റി. സ്ക്രീനിൽ കണ്ട നമുക്കൊക്കെ തന്നെ എന്ത് മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ടവരുടെ അവസ്ഥയോ അതിനുശേഷമുള്ള ആ ഒരു വലിയ ഗ്രൗണ്ടിൽ അവർ കാണിച്ച ഡ്രിഫ്റ്റിങ്. ഇലക്ട്രിക് കാർസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ഈ ഒരു ലോഞ്ച് ഇവൻ്റ് എന്ന് പറയുന്നത്. ഞാൻ റീസെൻ്റ്ലി കണ്ടതും കേട്ടിട്ടുള്ളതായിട്ടുള്ള ലോഞ്ച് ഇവൻറ്റ്സിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ BEസിൻ്റെ ലോഞ്ച് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇത്രമൊക്കെ ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകളെ എന്തായാലും പ്രൈസിൻ്റെ കാര്യം അവർ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ പ്രൈസും അനൗൺസ് ചെയ്തു. 18.9 lakhs എക്സ് ഷോറൂമിനാണ് BE6യുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായ സ്ഥിതിക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ അവർ കൊടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ജനുവരിയിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി മാർച്ചോടുകൂടി ഡെലിവറി കൊടുത്തു തുടങ്ങാനാണ് മഹീന്ദ്രയുടെ പ്ലാൻ.
സോ ഇനി മറ്റ് ഇലക്ട്രിക് കാർ മാനുഫാക്ചറേഴ്സിൽ നിന്ന് വിശ്രമിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മൾ വിൻസർ EV പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടാറ്റയ്ക്ക് പണി കിട്ടിയെന്ന്. ടാറ്റയ്ക്ക് പണി കിട്ടുക തന്നെ ചെയ്തു. കഴിഞ്ഞ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് അനുസരിച്ച് വിൻസർ EV ആണ് ടാറ്റ EVസിനേക്കാളും കൂടുതൽ സെയിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം MGക്കും ടാറ്റയ്ക്കും BYDക്കും ഒക്കെ പണിയായിട്ടാണ് നമ്മുടെ മഹീന്ദ്ര വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ ബ്രാൻഡ്സ് ഇത്ര ഞെട്ടിക്കുന്ന വാഹനങ്ങളായിട്ട് വരുന്നതിൽ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്ത്